മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മണലൂർ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സമയം വരെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ UDF സ്ഥാനാർത്ഥി TN പ്രതാപനായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗിമ്മിക്കുമായിട്ട് ഒരു വിവാദ വിഷയമായിട്ട് TN പ്രതാപൻ എത്തും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നലകളിൽ TN പ്രതാപൻ മത്സരിച്ചതൊക്കെ പരിശോധിച്ച ഏതൊരാൾക്കും അറിയാവുന്നതുമാണ്. അവ സ്വാഭാവികമായിട്ടും അവിടെ വാടാനപ്പള്ളിയിൽ കിറ്റ് വിവാദം ഉണ്ടായിരിക്കുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം അതിൽ എന്താണ് ശരി, ആരുടെ ഭാഗത്താണ് നീതി എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ TN പ്രതാപൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കും. അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള KK അനീഷ് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതേപോലെ തന്നെ കിറ്റ് വിവാദം എന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന ഗോഡൌണിന്റെ മുകളിലുണ്ടായിരുന്ന ദേവൻ പറയുന്നതും നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. സ്വാഭാവികമായിട്ടും LDF സ്ഥാനാർത്ഥി പറയുന്നതിന് നമ്മൾ മുഖവിലക്ക് എടുക്കേണ്ടതില്ല. കാരണം മറ്റൊന്നുമല്ല, LDF TN പ്രതാപനൊപ്പം ഈ വിഷയത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അപ്പൊ TN പ്രതാപനും LDFനൊക്കെ തന്നെ ഒരു തീരുമാനവുമാണ്, ഒരു പ്രഖ്യാപനവുമാണ്. അപ്പൊ നമുക്ക് ആ ഓരോരുത്തരുടേതായിട്ടൊന്ന് മുന്നോട്ട് വെക്കാം. എന്താണ് കിറ്റ് വിവാദവുമായിട്ട് TN പ്രതാപൻ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു. ദേവനൊക്കെ ഞങ്ങളുടെ മുന്നിൽ, ദേവൻ എന്തിനാ നമ്മൾ പിന്തുണക്കാൻ? ദേവനല്ല ഇവിടെ സ്ഥാനാർത്ഥി. ദേവൻ ഇവിടെ വരേണ്ട നമുക്ക് പിന്തുണക്കാൻ. ഒരു കിറ്റ് പാക്ക് ചെയ്യുന്ന സ്ഥലത്താണോ ദേവൻ ചെല്ലുക? കിറ്റ് പാക്ക് ചെയ്യുന്ന കടയിലാണോ ദേവൻ ചെന്നിരിക്കുക? ഇത് 3 വണ്ടി ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിന്റെ പുറകില് ഫ്രണ്ടില് 3 വണ്ടികൾ ടെമ്പോ വന്ന് കിടക്കുന്നുണ്ട്. 3 കിടക്കുന്നുണ്ട്. ആ 3 വണ്ടിയിൽ സാധനം കയറ്റി ദേവൻ. നിങ്ങൾ കേട്ടില്ലേ? കേൾക്കാത്തവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ആരോപണം ഉന്നയിച്ച UDF സ്ഥാനാർത്ഥി TN പ്രതാപനാണ് ഇത് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നു ദേവൻ ആരാണ്. അടുത്തതായിട്ട് കൃത്യമായിട്ട് ചോദിക്കുന്നു, സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിന്റെ അവിടെയായിട്ട് 3 വാഹനങ്ങൾ. ഇത് സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിന്റെ ഭാഗത്ത് 3 വണ്ടികൾ. ഇതാണ് കൃത്യമായിട്ട് TN പ്രതാപൻ പറയുന്നത്. അല്ല പ്രതാപ, ഈ ഗോഡൌണുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ ഉണ്ടാവില്ലേ? ഇത് പ്രതാപൻ ആദ്യമായിട്ടാണോ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിൽ സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യല്ലേ? നമുക്കറിയാം. ഏതായാലും ദേവൻ എന്താണ്, ദേവൻ ആരാണ് എന്നൊക്കെയല്ലേ ചോദിച്ചത്. ഈ ദേവൻ ആരാ എന്ന് ചോദിച്ച TN പ്രതാപൻ കാത്തിരുന്നതാ. അതിനു മുമ്പേയും അവിടെ വാഹനങ്ങളുണ്ട്, അതിനു മുമ്പേയും ഗോഡൌൺ ഉണ്ട്, ഗോഡൌണുമായി ബന്ധപ്പെട്ട് സാധനങ്ങളുണ്ട്. പക്ഷെ ദേവൻ വരുന്നത് വരെ കാത്തിരുന്നു. ദേവൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ കുറേ അനുയായികളുമായിട്ട് ഇവിടെ നിന്നിട്ട് ഈ പിടിച്ച് വലിച്ച് അങ്ങനെ നിങ്ങൾ ദേവൻ ഇവിടെ വന്നത് കിറ്റ് വിതരണം ചെയ്യാനായിട്ട്. ഇവിടെ ദേവൻ ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി അത് കളക്ട് ചെയ്യാനായിട്ട് ഈ ദേവൻ വന്നിരിക്കുന്നു. സമ്മതിക്കില്ല എന്നുകൊണ്ട് തടസ്സപ്പെടുത്തി. അപ്പം ഞാനിവിടെ പറഞ്ഞു, നമ്മൾ വന്നത് ഇതിനല്ലല്ലോ, യോഗത്തിനല്ല. അത് ഞാൻ ഓൾറെഡി ചാർട്ടേഡ് പ്രോഗ്രാമുണ്ട്. ഞാനിവിടെ ഇറങ്ങിയിട്ട് 10 മിനിറ്റിനകത്താണ് ഇവരിവിടെ വന്നത്. എങ്ങനെ വന്നു? അതിൻ്റെ അർത്ഥം ഇവർ പ്ലാൻ ചെയ്ത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലാണ്ട് സാധ്യതയില്ല. 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ. അപ്പോൾ ഞാനിവിടെ വരേണ്ട കാര്യം അറിയാമോ അവർക്ക്. പക്ഷേ ഞാനിവിടെ എത്തുമ്പോൾ 10 മിനിറ്റിനോടെ ഞാൻ പോകും. ഇവിടെ ഭയങ്കരമായ ഒരു കമോഷനാണ്. അതിൻ്റെ അർത്ഥം ഇവർ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പരിപാടിയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഈ പറയുന്ന വാഹനവും സൂപ്പർ മാർക്കറ്റൊക്കെ അവിടെ ഉണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളും അവിടെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണിൽ സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ ദേവൻ വരുന്നത് വരെ കാത്തിരുന്നു. എങ്ങനെ ദേവൻ വരുന്നത് അറിഞ്ഞു? കൃത്യമായിട്ട് ദേവനൊക്കെ ചാർട്ട് ചെയ്താണ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. നിരവധി കുടുംബയോഗങ്ങളിൽ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാ സ്ഥാനാർത്ഥികളും കാണാറില്ലേ? ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിന്റെ ഓണർ, ഗോഡൌണിന്റെ ഓണർ എന്നൊക്കെ പറയുന്ന SNDP നേതാവ് കൂടിയാ. ഒരു പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികളെ എല്ലാ സ്ഥാനാർത്ഥികളും കാണാറുണ്ട്. അപ്പൊ ദേവൻ വരും എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് TN പ്രതാപനും കൂട്ടരും അങ്ങോട്ടേക്ക് എത്തിയത്. 100 കണക്കിന് പ്രവർത്തകരെയും കൊണ്ടാണ് ഈ പറയുന്ന TN പ്രതാപൻ എത്തിയത്. ആ സമയത്തും ദേവനും അതേപോലെ തന്നെ മറ്റൊരു BJP നേതാവും അവിടെ ഗോഡൌണുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ച് നേരിടുന്ന ഒരു സുന്ദരമായ ഒരു ചിത്രമുണ്ട്. അത് കേരളത്തിന് കൊടുത്ത മറ്റൊരു സന്ദേശ. LDFും UDFും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾക്കെതിരെ വന്നാലും ഞങ്ങൾ നട്ടല് നിവർത്തി അവരെ നേരിടും. ഞങ്ങളുടെ പ്രവർത്തകരെ, ഞങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുണ്ടാവും അവർക്ക് വേണ്ടി കാര്യങ്ങൾ അവതരിപ്പിക്കും. എന്ത് വന്നു കഴിഞ്ഞാലും ഒരു തോറ്റോടലോ പിന്തിരിഞ്ഞോടലോ അല്ല. ആ 2 വ്യക്തികൾ അവിടെ നിന്നിട്ട്
സകല UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തകർക്കെതിരെ പ്രകടനം വിളിക്കുക. ഇതൊക്കെ കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ കാഴ്ചകൾ തന്നെയാ. UDF-ഉം LDF-ഉം ഒറ്റക്കെട്ടായിട്ട് വന്നാലും ഒരു പുല്ലുമില്ല എന്ന് കൃത്യമായിട്ട് BJP-യുടെ പ്രഖ്യാപനം കൂടി ഈ കിറ്റ് വിവാദത്തില് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശ്രദ്ധിച്ച സകല ആളുകൾക്കും മനസ്സിലാവും UDF-ഉം LDF-ഉം ഒന്നും കൂട്ടമായിട്ട് വന്നാലും ഒരു പുല്ലും BJP-ക്ക് ഇല്ല എന്നുള്ളതും അവർ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇനി TN പ്രതാപൻ പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് വിഷയം. സൂപ്പർ മാർക്കറ്റിന്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണ്, അവിടെ വാഹനങ്ങൾ എന്ന് പറഞ്ഞതിന് BJP-യുടെ അവിടുത്തെ സ്ഥാനാർത്ഥി KK അനീഷ് ഒരു മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ അത് കേട്ടു. അതോടുകൂടിയിട്ട് ഇത് വ്യക്തമാവും TN പ്രതാപന്റെ ഒന്നാന്തരം ഗിമ്മിക്ക് ഒരു പച്ച കള്ളമാണ് വിളിച്ചു പറഞ്ഞത് എന്ന്. നിങ്ങളത് കേട്ടു. KK അനീഷ് കൃത്യമായിട്ട് പറയുന്നു അവിടെ ഗോഡൌൺ ആണ്, ലൈസൻസ് ഉള്ളതാണ്, എല്ലാ രീതിയിലും അദ്ദേഹം എടുത്തെടുത്ത് ആർക്കും പരിശോധിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടുക്കൂ. ഇത് വെറും ശൂന്യതയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രശ്നം. ഈ TN പ്രതാപൻ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. വെറും കാപ്പട്ടിയും നാടകവുമാണ് ഇന്നലെ അവിടെ കണ്ടത്. BJP ഇത്തരത്തിൽ മണലൂര് മണ്ഡലത്തിൽ ആർക്കെങ്കിലും കിറ്റ് കൊടുക്കാനോ വോട്ട് പിടിക്കാനോ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. അങ്ങനെ BJP തീരുമാനിച്ചിട്ടുമില്ല. BJP-യുടെ നേതാവായിട്ടുള്ള ശ്രീ ദേവൻ ഇന്നലെ മണലൂര് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് 12-ലധികം കുടുംബയോഗങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ സമ്പർക്കം, അത് ഇന്നലെയും മിനിഞ്ഞാന്നും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വാടാനപ്പള്ളിയിൽ ഇന്നലെ കുടുംബയോഗം ഉണ്ടായിരുന്നു. അതുപോലെ പ്രമുഖ വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നിശ്ചയിച്ചിരുന്നു. SNDP-യുടെ നേതാവ് കൂടിയിട്ടായിട്ടുള്ള ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയുടെ വീട്ടിലാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി, സമ്പർക്കം ചെയ്യാൻ വേണ്ടി ശ്രീ ദേവൻ ചെല്ലുന്നത്. അവിടെ ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ വിഷുവിന് കൊടുക്കാനുള്ള, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓർഡർ പ്രകാരം വിഷുവിന് കൊടുക്കാനുള്ള സാധന സാമഗ്രികൾ ഗോഡൌണിൽ തയ്യാറാക്കുന്നു. അത് ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹത്തിന്റെ ജോലിക്കാര് വിഷുവിന് കൊടുക്കാനുള്ള സാധന സാമഗ്രികൾ അവിടെ തയ്യാറാക്കിയാൽ അതിനെന്താണ് തെറ്റ്? BJP പ്രവർത്തകരാരെങ്കിലും കിറ്റ് വിതരണം ചെയ്യുകയോ വോട്ടിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്താലല്ലേ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം? ഏതെങ്കിലും ഒരു വോട്ടർക്ക് മണലൂര് മണ്ഡലത്തിൽ BJP കിറ്റ് കൊടുത്തു എന്ന് ആക്ഷേപമുണ്ടോ? ഞങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഒരു കിറ്റ് പിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും കിറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ഇത് ഒരു വ്യവസായി, അയാളുടെ സ്ഥാപനത്തിൽ 3 സൂപ്പർ മാർക്കറ്റിലെ ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് വിഷുവിന് കച്ചവടം ചെയ്യാൻ പാടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? വ്യക്തമായിട്ട് KK അനീഷ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. അത് സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ്, ഗോഡൌൺ ആണ്, അവിടെ സാധനങ്ങൾ ഉണ്ടാവില്ലേ? വിഷു അല്ലേ അടുത്തെത്തിയത്? ദേവൻ അവിടേക്ക് വരുന്നത് കുടുംബയോഗങ്ങള്, അതേപോലെ തന്നെ പ്രമുഖ വ്യക്തികളെ കാണുന്നതൊക്കെ തന്നെ തീരുമാനിച്ച് ഉറച്ച കാര്യങ്ങളാണ്. അപ്പൊ അവിടേക്ക് എത്തുന്നതിൽ എന്താണ് പ്രശ്നം? വളരെ വളരെ വ്യക്തമായിട്ട് തെളിവുകളാണ് KK അനീഷ് മുന്നോട്ട് വെക്കുന്നത്. ഈ TN പ്രതാപൻ എവിടെ നിന്ന് ഓടി മറിയുന്നോ, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ, അവിടെ കൃത്യമായ ഒരു റിസൾട്ട് TN പ്രതാപൻ തന്നെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും. നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മുരളീധരനെ അങ്ങ് സ്നേഹിച്ച് വാരി പുണർന്ന് അങ്ങ് കാല് വാരിയത് സകലരും കണ്ടതല്ലേ. അതായത് TN പ്രതാപൻ നിന്നാല് 3/4 ലക്ഷത്തിൽ പൊട്ടുമെന്നുള്ളത് ഉറച്ചിട്ടാണ് മുരളീധരനെ കൊണ്ടുവന്നിട്ട് TN പ്രതാപൻ തന്നെ മത്സരിപ്പിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും സ്നേഹിക്കുന്നതും. അന്ന് തന്നെ അവിടെയുള്ള കോൺഗ്രസ്സുകാർ TN പ്രതാപന്റെ തനി സ്വരൂപം കണ്ടതാ, സ്വന്തം തടിയെടുത്ത്. ഇപ്പൊ അടുത്ത തോൽവി കൃത്യമായിട്ട് മനസ്സിലാക്കി. ഈ മണലൂരിൽ TN പ്രതാപൻ പൊട്ടാൻ പോകുന്നു. KK അനീഷ് എന്ന സംഘടനാ മികവുള്ള നേതാവ് അവിടെ വിജയിക്കാൻ പോകുന്നു. അതിനു മുമ്പ് തന്നെ അവിടെ കിറ്റൊക്കെ കൊടുത്തിട്ടാണ് BJP ജയിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് ഈ ഒരു നാടകം TN പ്രതാപൻ നടത്തിയത്. ഒരു തർക്കം ആർക്കും വേണ്ട കേട്ടോ. 9,000 വോട്ടാണ് സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് മണലൂരിൽ അധികമായിട്ട് BJP കിട്ടിയിട്ടുള്ളത്. 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. അതായത് മണലൂരിൽ KK അനീഷ് വിജയിക്കാൻ പോകുന്നു. സംഘടനാ മികവുള്ള, പ്രത്യേകം ഓർക്കണം, സുരേഷ് ഗോപി ലോക്സഭയിൽ ജയിക്കുന്ന ആ സംഘടനാ നേതൃത്വം കൊടുക്കുക ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു KK അനീഷ്. സുരേഷ് ഗോപി അവിടെ വിജയക്കൊടി പാറിക്കുമ്പോ വിജയശില്പികളിലെ പ്രധാനി എന്ന് പറയുന്ന KK അനീഷ് മണലൂരിൽ മത്സരിക്കുമ്പോ ഗിമ്മിക്കിന്റെ രാജാവായ ഈ പറയുന്ന
ഈ ടി എൻ പ്രതാപൻ ഇമാതിരി ഗിമ്മിക്കൊന്നും കാട്ടിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊരു ജാമ്യമെടുക്കലാണ് ടി എൻ പ്രതാപന്റെ. 8 നിലയിൽ പൊട്ടാൻ പോകുന്നതിന്റെ ജാമ്യമാണ് ഈ ടി എൻ പ്രതാപന്റെ ഈ കിറ്റ് വിവാദം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഈ കിറ്റൊക്കെ വെറും തട്ടിപ്പാണ്. ഈ ടി എൻ പ്രതാപൻ സ്വയമേ ഉണ്ടാക്കിയ തട്ടിപ്പ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. മണലൂരിലെ ജനത കെ അനീഷിനെ അല്ലാതെ മറ്റാരെയാണ് അവിടെ തിരഞ്ഞെടുക്കുക? കെ അനീഷ് അവിടെ വിജയിച്ചു വരുമെന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങള്.